അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 27 സങ്കീർത്തനം 4 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 27 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാകയാൽ ദാവീദിൻ്റെ ആഗ്രഹമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു രാജ്ഞിയുടെ കഥ ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ പ്രസ്താവിക്കുകയാണ്. അവൾ വലിയ സൗന്ദര്യത്തിനുടമയാണ്. അനുദിനം അവൾ തൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി അനേകം തോഴിമാർ ഈ രാജ്ഞിക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും തൻ്റെ മുഖസൗന്ദര്യം ആസ്വദിക്കുവാനായി ഒരു മനോഹരമായ കണ്ണാടി ഇവളുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കും. മറ്റാരെങ്കിലും കാണുമെന്ന ചിന്ത പോലും ഇവൾക്കില്ലായിരുന്നു. സദാസമയം തൻ്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കും. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. രാജ്ഞിക്ക് മസൂരി രോഗം പിടിപെട്ടു. ആ ദിവസങ്ങളിൽ തോഴിമാർ അവരുടെ കയ്യിൽ നിന്നും താൻ നിരന്തരം തൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്ന കണ്ണാടി അവൾ ഉറങ്ങുന്ന സമയം അവളിൽ നിന്നും മാറ്റിവെച്ചു. കാരണം മസൂരി രോഗം അവളുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് പോലും മാറ്റിക്കളഞ്ഞിരുന്നു. മുഖമാസകല മസൂരി പിടിപ്പെട്ട അവൾ മരണത്തോട് മല്ലിടുകയാണ്. എന്തുകൊണ്ടോ മരണത്തിന് അവളെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല. സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടവളും മുഖമെല്ലാം മസൂരി കലകൾ ഉള്ളവളുമായ രാജ്ഞി തൻ്റെ കണ്ണാടി ആവശ്യപ്പെട്ടു. തോഴിമാരെല്ലാം മുഖത്തോട് മുഖം നോക്കി ഭയപ്പെട്ടു പോയി. കാരണം അവരുടെ രാജ്ഞിയുടെ രൂപം പോലും മാറ്റപ്പെട്ടു. മുഖം മസൂരിപ്പാടുകൾ കൊണ്ട് വിരൂപമായിരിക്കുന്നു. എങ്കിലും രാജ്ഞിയുടെ നിർബന്ധത്തിന് വഴങ്ങി കണ്ണാടി അവർ കൊടുത്തു. നല്ല സൗന്ദര്യമുണ്ടായിരുന്നവളും ഇപ്പോൾ മസൂരി കലകളാൽ മുഖം വിരൂപമാക്കപ്പെട്ടവളുമായ രാജ്ഞി കണ്ണാടിയിൽ തൻ്റെ മുഖം കണ്ടതും കണ്ണാടി വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതും ഒരേ സമയമായിരുന്നു. നാം ഇന്ന് കാണുന്ന എത്ര വലിയ സൗന്ദര്യവും പുഴുവരിക്കുന്നതാണെന്ന ചിന്ത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കുകയാണ്. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നുവെന്ന് 39 സങ്കീർത്തനം 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള എത്ര വലിയ സൗന്ദര്യവും താൽക്കാലികവും സൂര്യൻ അസ്തമിച്ചാൽ ദൃശ്യമാകാത്തതുമാകുന്നു, ഒറിജിനൽ അല്ല എന്ന് സാരം. ഇവിടെയാണ് സങ്കീർത്തനക്കാരൻ്റെ യഹോവയുടെ സൗന്ദര്യ ദർശനത്തിനുള്ള ആഗ്രഹത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹം യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. യഹോവയുടെ വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നതിനെ അത് സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സീക്കിംഗ് ഗൈഡൻസ് ഫോർ ലൈഫ്. ഓരോ ദിവസവും ജീവിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ദൈവത്തിൽ നിന്നും ചോദിച്ച് വചനത്തിൽ നിന്നും കണ്ടെത്തി അതിൻ പ്രകാരം ജീവിക്കുവാനും സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജീവിക്കുവാനാണ് സങ്കീർത്തനക്കാരനായ ഭക്തൻ ആഗ്രഹിക്കുന്നത് എന്ന് സാരം. ഏതൊരു വ്യക്തിക്കും വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ ആലോചന ഏറ്റവും അത്യാവശ്യമാണ്. യഹോശാഫാത്തും യഹോവയുടെ ആലോചന ചോദിച്ചവനായിരുന്നു. ദാവീദും സകലത്തിനും ദൈവാലോചന ചോദിച്ചിരുന്നു. ചില വ്യക്തികൾ ദൈവാലോചന ദൈവത്തോട് ചോദിക്കും, എന്നാൽ താൻ ആഗ്രഹിക്കുന്ന ആലോചനയല്ല ലഭിക്കുന്നതെങ്കിൽ ആ ദൈവാലോചന തള്ളിക്കളഞ്ഞ് തൻ്റെ ഇഷ്ടത്തിനുള്ള ആലോചന പറയുന്ന വ്യക്തികൾ അന്വേഷിച്ചു പോകും. ഒടുക്കം പ്രതിസന്ധിയിൽ വീഴുകയും തകർന്നു പോവുകയും ചെയ്യും. ആഹാബിനോട് കൂടെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കുന്ന സമയത്ത് ആഹാബിൻ്റെ കൊട്ടാരത്തിലെ ഒരു വലിയ കൂട്ടം ബാലിൻ്റെ പ്രവാചകന്മാർ പൊയ്ക്കൊള്ളുക, രാജാവ് കൃതാർത്ഥനാകും എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിൽ സംശയം തോന്നിയ ആഹാബിൻ്റെ മകളുടെ അമ്മായപ്പനും യഹൂദാ രാജാവുമായ യഹോശാഫാത്ത്, ഇനി യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ആരുമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഇസ്രയേൽ രാജാവായ ആഹാബ് പറഞ്ഞത് 2 ദിനവൃത്താന്ത പുസ്തകം 18 അധ്യായം 6-7 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമ്ളയുടെ മകൻ മിഖായാവ് എന്നൊരു പ്രവാചകനുണ്ട്, അവൻ എന്നെക്കുറിച്ച് ദോഷം പറയുന്നത് കൊണ്ട് എനിക്ക് അവന് ഇഷ്ടമല്ല എന്നാണ് ആഹാബ് പറഞ്ഞത്. ദൈവം കൽപ്പിച്ചിട്ടുള്ള ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ നാം കൃത്യമായി ആചരിക്കണമെന്ന് 119 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവൻ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ.
അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു. ഇതുകൊണ്ടാണ് യഹോവയുടെ സാന്നിധ്യത്തിൽ അഥവാ യഹോവയുടെ ആലയത്തിൽ തൻ്റെ ജീവകാലം മുഴുവൻ വിശ്രമിക്കുവാൻ ദാവീദ് ആഗ്രഹിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്നാണ്. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നവരിൽ ഒരാളാണ് സെബദിയുടെ മകനായ യാക്കോബ്. അവൻ അറിയപ്പെട്ടിരുന്നത് ഒട്ടകത്തിൻ്റെ മുട്ടോടുകൂടിയ കാലുള്ളവൻ എന്ന പേരിലായിരുന്നു. കാരണം വലിയ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അവൻ. പത്രോസിനെ എപ്പോൾ അന്വേഷിച്ചാലും വെൺമാടത്തിൽ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലെ അവനെ കാണുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രാർത്ഥനാ വീരന്മാരെ കൊല്ലുവാൻ ഹെരോദ രാജാവും സാത്താനും ഇഷ്ടപ്പെടും. കാരണം സാത്താൻ്റെ കോട്ടകളെ അവർ വിറപ്പിക്കും. കൊർന്നല്യോസിന് ദർശനം ലഭിച്ചപ്പോൾ പത്രോസിനെ വിളിക്കുവാനാണ് ദൂതൻ കൊർന്നല്യോസിനോട് കൽപ്പിച്ചത്. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ സഹോദരന്മാർ അന്വേഷിച്ചത് പത്രോസിനെയാണ്. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അവനെ നമുക്ക് കാണണമെങ്കിൽ പത്മോസ് ദ്വീപിൽ ചെല്ലേണ്ടി വരും. വലിയ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിൻ്റെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത ദർശിച്ചവനാണ് യോഹന്നാൻ. മറ്റൊരു വ്യക്തിയാണ് കർത്താവിൻ്റെ സൗന്ദര്യം ദർശിച്ച അപ്പോസ്തലനായ പൗലോസ്. രാജാക്കന്മാരോട് അവൻ ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്, രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന്. യഹോവയുടെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗന്ദര്യം ആരെല്ലാം കണ്ടിട്ടുണ്ടോ അവരെല്ലാം അവൻ്റെ പ്രമാണം അനുസരിക്കുവാൻ തയ്യാറായിട്ടുണ്ട്. കാരണം സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാണവൻ. കുരിശിൽ കിടക്കുന്ന മാനസാന്തരപ്പെട്ട കള്ളന് യേശുവിൻ്റെ സൗന്ദര്യം അവൻ്റെ ഏറ്റവും വലിയ കഷ്ടതയിൽ കാണുവാൻ കഴിഞ്ഞു. ജനത്തെ നീതിയിലേക്കും ന്യായത്തിലേക്കും ദൈവത്തിലേക്കും തിരിക്കുവാൻ നിയമിക്കപ്പെട്ട മഹാപുരോഹിതന്മാരും ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കേണ്ട ന്യായപ്രമാണ അധ്യാപകരും തങ്ങൾ വിശുദ്ധരാണെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന പരീശന്മാരും യേശുവിനെ കണ്ടത് ഒരു ക്രിമിനലായിട്ടായിരുന്നു. കാരണം അവരുടെ ആരുടെയും ദുഷ്പ്രവൃത്തികൾ യേശു അംഗീകരിച്ചില്ല. എന്നാൽ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ യേശുവിൻ്റെ സൗന്ദര്യം ശരിയായി കാണുകയും ഗ്രഹിക്കുകയും ചെയ്തു. ലോകപ്രകാരം നോക്കിയാൽ സൗന്ദര്യം എന്നതിനെ കാണുവാൻ നല്ല ഭംഗി എന്നേ അർത്ഥമുള്ളൂ. അകം എത്രയും അഴുക്കായിരുന്നാലും കുഴപ്പമില്ല. എന്നാൽ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണവും പെരുമാറ്റവുമാണ്. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നല്ലതാണെങ്കിൽ ആ വ്യക്തിക്ക് സൗന്ദര്യമുണ്ടെന്ന് പറയാമെന്ന് സാരം. ഈ രണ്ടിലും യേശു ശ്രേഷ്ഠനായിരുന്നു. യേശുവിൻ്റെ വിശുദ്ധി, സ്നേഹം, അനുസരണം, പിതാവിലുള്ള ആശ്രയം, വിശ്വാസം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥന, അവൻ്റെ കരുണ, ഇതെല്ലാമാണ് യഥാർത്ഥ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം. മാനസാന്തരപ്പെട്ട കള്ളന് കാര്യം മനസ്സിലായി. കണ്ടാൽ ആളല്ലാന്ന് തോന്നുമാറി വിരൂപനായി തീർന്ന റോമൻ പട്ടാളക്കാരെ ക്രൂരമർദ്ദനത്താൽ ക്ഷീണിതനായിരുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് കള്ളൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമേ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ചെറിയതും സ്വർഗം സന്തോഷിച്ചതും ഉടൻ മറുപടി ലഭിച്ചതുമായ ഒരു ചെറിയ പ്രാർത്ഥന. കഴിവുള്ളവർ കാണുമ്പോൾ, അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ വിശ്വാസമാണ്. യേശുവിൻ്റെ ഏറ്റവും കഷ്ടത നിറഞ്ഞ സമയത്ത് താഴെ നിൽക്കുന്നവരും കുരിശിൽ കിടക്കുന്നവരും ഒരുപോലെ നിന്ദിച്ചുകൊണ്ട് ആക്രോശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉപദ്രവമേറ്റ് ഒട്ടും ബലമില്ലാതെ കിടക്കുന്ന യേശുവിനോട് കള്ളൻ കേഴുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണം എന്ന്. കാരണം കള്ളന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ദാവീദിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മറ്റെന്തിനേക്കാളും വലിയത് യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹമാണ്. മറ്റേത് സൗന്ദര്യത്തെക്കാളും ശ്രേഷ്ഠമായ സൗന്ദര്യം കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. നമുക്ക് ലഭിക്കുന്ന വിലയേറിയ സമയം നമുക്കും യഹോവയുടെ തണലിൽ യേശുവിൻ്റെ പാദപീഠത്തിൽ അവൻ്റെ പൊന്നുമുഖം ദർശിച്ച് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. അങ്ങനെ വചനം പ്രമാണിക്കുവാനും കർത്താവെ
അങ്ങനെ വചനം പ്രമാണിച്ചുകൊണ്ട് അങ്ങേ സ്നേഹിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.